സമയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് സമയം. സമയം നന്നായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയും. എന്നാൽ സമയത്തേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതാണ് മനസ്സ്. നമ്മുടെ മൈൻഡ് നമുക്ക് ശരിയായി മാനേജ് ചെയ്യാൻ സാധിച്ചാൽ സമയത്തെ ഈസിയായി മാനേജ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇന്ന് രാത്രി ഒരു 8 മണി മുതൽ 9 മണി വരെ ഞാൻ പഠിക്കും എന്ന് ടൈം ഷെഡ്യൂൾ ചെയ്താൽ പോലും ഒരിക്കലും കൃത്യം 8 മണിക്ക് തന്നെ പഠിച്ചു തുടങ്ങില്ല. പകരം ബുക്കൊക്കെ എടുത്ത് പഠിക്കാനുള്ള സ്ഥലത്തിരുന്ന് ഏതാണ് പഠിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ടാകും. പഠിക്കുന്നവർക്ക് മാത്രമല്ല ഈ പ്രശ്നം, ജോലി ചെയ്യുന്നവർക്കുമുണ്ട്. ജോലി ചെയ്തു തീർക്കണം എന്ന മൈൻഡ് സെറ്റോടു കൂടി ജോലി ചെയ്തു തുടങ്ങുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ജോലി 1 മണിക്കൂർ കൊണ്ട് തന്നെ തീർക്കാം. എന്നാൽ ഇനിയിപ്പോൾ ജോലി ചെയ്യണമല്ലോ എന്ന മൈൻഡ് സെറ്റോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീരേണ്ട ജോലി 3 മണിക്കൂർ കൊണ്ട് പോലും തീരില്ല. അതുകൊണ്ടാണ് മൈൻഡ് മാനേജ്മെന്റ് ആണ് ടൈം മാനേജ്മെന്റിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈൻഡിനെ നന്നായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 6 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിലെ ഫസ്റ്റ് ടിപ്പാണ് മെഡിറ്റേഷൻ. അതായത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധ്യാനം ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാനായി ആദ്യം നിശബ്ദമായ എവിടെയെങ്കിലും ഇരിക്കുക. നിലത്തോ കസേരയിലോ നടുനിവർത്തിയിരിക്കുക. ശേഷം കൈവിരൽ ഉപയോഗിച്ച് വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് ഇടത് മൂക്കടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുകയും ഇടത് മൂക്കിലൂടെ വിടുകയും ചെയ്യുക. ഇങ്ങനെ കുറച്ച് സമയം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ മറ്റൊരു ചിന്തകളും പാടില്ല എന്നതാണ്. മുഴുവൻ ശ്രദ്ധയും ശ്വാസം എടുക്കുന്നതിലും വിടുന്നതിലുമായിരിക്കണം. ആദ്യമൊക്കെ മനസ്സിലേക്ക് ഒരുപാട് അനാവശ്യ ചിന്തകളൊക്കെ കടന്നു വരും. എങ്കിലും ശ്രദ്ധ വീണ്ടും ശ്വസനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ടിപ്പാണ് പവർ ഓഫ് 1 അവർ റൂൾ. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ സമയമില്ലേ, അതാണ് ഗോൾഡൻ ഹവർ. ഈ 1 മണിക്കൂറിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ബാക്കിയുള്ള മണിക്കൂറുകൾ മുഴുവൻ. ആ 1 മണിക്കൂർ നിങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ മൈൻഡ് മുഴുവൻ അന്നത്തെ ദിവസം ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റയുടനെ ആദ്യത്തെ 1 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മെഡിറ്റേഷൻ ചെയ്യാം, എക്സർസൈസ് ചെയ്യാം, ലക്ഷ്യങ്ങൾ വിലയിരുത്താം, ആ ദിവസം പ്ലാൻ ചെയ്യാം എന്നിങ്ങനെ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് മൈൻഡ് സെറ്റ് ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1 മണിക്കൂറിൽ ഒരിക്കലും സോഷ്യൽ മീഡിയ പോലെ അനാവശ്യ കാര്യങ്ങൾ നോക്കാതിരിക്കുക. കാരണം അത് നിങ്ങളെ അന്നത്തെ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയ നോക്കാൻ പ്രേരിപ്പിക്കും. ടിപ്പ് നമ്പർ 3, ടൈം മാനേജ്മെന്റ് വേഴ്സസ് കൺസിസ്റ്റൻസി. അതായത് ടൈം മാനേജ്മെന്റിനേക്കാൾ ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. ഇതിനുള്ള ഒരു ഉദാഹരണമാണ്, ഒരു നോവലിസ്റ്റ് പണ്ട് നോവൽ എഴുതിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും നോവലിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കും. അങ്ങനെ ഒരു ഐഡിയ ലഭിച്ചാൽ ഉടനെ അദ്ദേഹം എഴുതാൻ ആവശ്യമായ സാധനങ്ങളും വെള്ളവും എല്ലാം എടുത്ത് തുടർച്ചയായി ഒരു 4-5 മണിക്കൂർ നോവൽ എഴുതും. എന്നാൽ ഇപ്പോൾ അയാൾ നോവൽ എഴുതുന്ന രീതി നേരെ തിരിച്ചാണ്. ദിവസവും ഒരു അരമണിക്കൂർ സമയം നോവൽ എഴുതാനായി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്നും ഒരേ സമയത്താണ് അദ്ദേഹം എഴുതാറ്. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് നോവൽ എഴുതാൻ തയ്യാറാകുകയും നോവലിനെ കുറിച്ചുള്ള ഐഡിയാസ് നൽകുകയും ചെയ്യും. മാത്രമല്ല, പണ്ട് എന്തെങ്കിലും ഐഡിയാസ് വരുമ്പോൾ 4-5 മണിക്കൂർ എഴുതുമ്പോൾ ഉള്ളതിനേക്കാൾ ക്വാളിറ്റിയിലാണ് ഇന്ന് എഴുതുന്നത്. കൂടാതെ ഇങ്ങനെ എഴുതുമ്പോൾ കൃത്യം ഒരു 1.5 മാസം കൊണ്ട് ഒരു നോവൽ പൂർത്തിയാക്കാനും സാധിക്കുന്നു. ഇത് എല്ലാ ജോലിയിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഒരു ദിവസം കൊണ്ട് മുഴുവൻ ജോലിയും ചെയ്തു തീർക്കാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതാണ് ദിവസവും കുറച്ച് കുറച്ച് ചെയ്ത് ആ ജോലി തീർക്കുന്നത്. സോ ഈ കൺസിസ്റ്റൻസി ലഭിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? അതിനായി നമ്മുടെ മൈൻഡ് സെറ്റാക്കി എടുക്കണം. ഓർക്കുക, ടൈം മാനേജ്മെന്റിനേക്കാൾ മുഖ്യമാണ് കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി ലഭിക്കാൻ മൈൻഡ് മാനേജ്മെന്റ് ആണ് മുഖ്യം. എന്നിരുന്നാലും കൺസിസ്റ്റൻസി നേടുക എന്നതാണ് ഏറ്റവും പ്രയാസകരം. മോട്ടിവേഷൻ വീഡിയോകളുടെ പ്രചോദനത്തിന്റെ കുതിപ്പ് അതിന്റെ ഇന്ധനം തീരുന്നത് വരെ മാത്രം. പ്രചോദനത്തിന്റെ വീര്യം മാത്രം പോരാ, അതെങ്ങനെ നിലനിർത്തണമെന്ന് കൂടി അറിയണം, പഠിക്കണം. അതിനായി ഒരു സുവർണ അവസരം ഫാസ്റ്റ് റീബൂട്ട് ഇതാ നിങ്ങൾക്കായി ഒരുക്കുന്നു. 90 ദിവസം നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം.
സ്ഥിരതയാർന്ന വ്യക്തിഗത പരിശീലനങ്ങളിലൂടെ നിങ്ങളിലെ കൺസിസ്റ്റൻസി നിലനിർത്തി നിങ്ങളെ റീബൂട്ട് ചെയ്തെടുക്കുന്നു. ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതലായി അറിയുന്നതിന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 4ാമത്തെ ടിപ്പാണ് ക്രിയേറ്റിവിറ്റി വേഴ്സസ് പ്രൊഡക്ടിവിറ്റി. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് വളരെ ക്രിയേറ്റീവ് ആയിരിക്കും, എന്നാൽ മറ്റ് ചില സമയങ്ങളിൽ പ്രൊഡക്റ്റീവും ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മൈൻഡ് ഇതിൽ ഏത് സ്റ്റേജിലാണ് എന്നറിയാൻ നമ്മളോട് തന്നെ ചോദിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചെക്ക് ചെയ്യുക. ക്രിയേറ്റീവ് മൈൻഡിലാണെങ്കിൽ പുതിയ പാഠങ്ങൾ പഠിക്കുക. എന്നാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് മൈൻഡിലാണെങ്കിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഈസിയായി പഠിക്കാൻ കഴിയുന്ന പാഠങ്ങൾ പഠിക്കുക. കാരണം ക്രിയേറ്റീവ് ആയിരിക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും കണ്ടെത്താനും കഴിയുക. സോ എപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ച് കണ്ടെത്തുക നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കുകയും ചെയ്യും. 5ാമത്തെ ടിപ്പാണ് നോ റുട്ടീൻ എന്നത്. അതായത് നമ്മൾ പലരും രാവിലെ ഈ ജോലി ചെയ്യും, ഉച്ചയ്ക്ക് ഈ ജോലി ചെയ്യും, രാത്രി ഈ ജോലി ചെയ്യും എന്നിങ്ങനെ ഫുൾ സ്കെഡ്യൂൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയൊരു സ്കെഡ്യൂളിൻ്റെ ആവശ്യം ഇല്ല എന്നതാണ് വാസ്തവം. കാരണം പലപ്പോഴും ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ച് മാത്രം ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ച് മാത്രമേ ആക്റ്റീവ് ആകൂ. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആകുകയും ചെയ്യുന്നു. എന്നാൽ സ്കെഡ്യൂൾ ഇല്ല എന്ന് കരുതി ഇഷ്ടമുള്ളപ്പോൾ TV കാണുക, പുറത്തു പോകുക എന്നിങ്ങനെ സമയം കളയുക എന്നതല്ല. സ്കെഡ്യൂൾ ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിനോട് കൂടി ചെയ്യാൻ കഴിയണം. നിങ്ങൾ എല്ലാ ദിവസവും സ്കെഡ്യൂൾ ഇല്ലാതെ ജീവിക്കണം എന്നല്ല പറയുന്നത്. ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിനെ ചലഞ്ച് ചെയ്യാനും മാനേജ് ചെയ്യാനും നമുക്ക് കഴിയൂ. ഇനി 6ാമത്തെ പോയിന്റാണ് സൗണ്ട്. അതായത് നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ശബ്ദത്തിന് വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും TVയുടെ സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ മൊബൈലിൽ വലിയ ബീറ്റുള്ള മ്യൂസിക് കേൾക്കുക എന്നൊന്നുമല്ല. പകരം കുറച്ച് നാച്ചുറൽ സൗണ്ട്സ് ആയ പക്ഷികളുടെ ശബ്ദം, അരുവി ഒഴുകുന്ന ശബ്ദം, മഴയുടെ ശബ്ദം ഇവയൊക്കെ കേൾക്കുകയാണ് വേണ്ടത്. ഇത് നേരിട്ട് കേൾക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മൊബൈലോ മറ്റോ ഉപയോഗിച്ച് കേൾക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ റിലാക്സ്ഡ് ആയി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതോടൊപ്പം കൂടുതൽ ക്ലിയർ ആയി തിങ്ക് ചെയ്യാനും കഴിയും. സോ ഇത്രയുമാണ് നിങ്ങളുടെ മൈൻഡ് മാനേജ് ചെയ്യാനുള്ള 6 ടിപ്പുകൾ. ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 1ാമത്തെ കാര്യം മെഡിറ്റേഷൻ. നിങ്ങൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. 2ാമത്തെ കാര്യം പവർ ഓഫ് 1 അവർ. രാവിലെ എഴുന്നേറ്റുടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യുക. 3ാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ് വേഴ്സസ് കൺസിസ്റ്റൻസി. ടൈം മാനേജ്മെൻറ്റിനേക്കാൾ പ്രധാനം കൺസിസ്റ്റൻസിയാണ്. വല്ലപ്പോഴും ഒരു ദിവസം മാത്രം ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും കുറച്ച് മാത്രം ചെയ്യുന്നതാണ്. 4ാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റി വേഴ്സസ് പ്രൊഡക്ടിവിറ്റി. എപ്പോഴും മൈൻഡ് ക്രിയേറ്റീവ് സ്റ്റേറ്റിലാണോ പ്രൊഡക്റ്റീവ് സ്റ്റേറ്റിലാണോ എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് പെരുമാറുക. 5ാമത്തെ കാര്യം നോ റുട്ടീൻ. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും റുട്ടീൻ ഒന്നുമില്ലാതെ ജീവിക്കുക. 6ാമത്തെ കാര്യം സൗണ്ട്. എപ്പോഴും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നതിന് പകരം നാച്ചുറലായ ശബ്ദങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡ് മാനേജ് ചെയ്യാനുള്ള പൊതുവായ കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ മൈൻഡ് മാനേജ് ചെയ്യാനുള്ള മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാനും കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അതിനേക്കാൾ പെട്ടെന്ന് മൈൻഡ് മാനേജ് ചെയ്യുന്നത് വഴി കഴിയും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക, മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.